ഇപ്പം ഒന്ന് രണ്ട് കുറേ നാളുകളായി നമ്മുടെ സൗണ്ടുകളൊന്നും ചെയ്യുന്നില്ല. അപ്പം മിമിക്രിയൊക്കെ മറന്നിട്ടില്ല എന്നൊന്ന് തെളിയിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ശ്രമമാണ്. ശബ്ദം ഒന്ന് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ തന്നെ ഒന്ന് രണ്ട് ശബ്ദം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്ന് രണ്ട് കുറച്ച് നടന്മാരുടെ സൗണ്ട് അനുകരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുൻ മുഖ്യമന്ത്രി അദ്ദേഹമാണ്, നമ്മുടെ ഫേവറേറ്റാണ് സാർ ഉമ്മൻചാണ്ടി സാറിൻ്റെ ശബ്ദം. പിന്നെ അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള സൗണ്ട് എന്ന് പറയുമ്പം പണ്ടൊക്കെ ചെയ്യുന്ന സൗണ്ട് എന്ന് പറയുമ്പം വേറെ സൗണ്ടായിരുന്നു. ആ ഒരു സൗണ്ടിൽ നിന്നൊക്കെ മാറി അദ്ദേഹത്തിന് ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെയാണ്. അദ്ദേഹം സുഖം പ്രാപിച്ചു വരട്ടെ, നല്ല ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടയ്ക്കാല ഒരു ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ശബ്ദത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ശബ്ദം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ പുതുപ്പള്ളിയിൽ എവിടെ ആണെന്ന് പറഞ്ഞാലും എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഓടി വരും. പുതുപ്പള്ളിയിലെ കോട്ടയം പുതുപ്പള്ളി കഴിഞ്ഞുള്ള എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. എനിക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കാം. അപ്പം എല്ലാവർക്കും എല്ലാ നന്മകളും ഞാൻ ആശംസിക്കുകയാണ്. എൻ്റെ ഒരു സൗണ്ട് ഇതാണ്. ഞാനിപ്പോൾ റോഡിൻ്റെ ഒരു സൈഡിലിരുന്നാണ് ചെയ്യുന്നത്. ഒരു മീൻ തട്ടയിലിരുന്ന് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ സൗണ്ടിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്. പിന്നെ അടുത്ത കുറച്ച് സൗണ്ടുകളൊക്കെ മറന്നുപോയി, കാരണം ഇത്തിരി സൗണ്ടുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമുക്ക് ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ ഒരു സൗണ്ട് ഇപ്പോൾ അധികം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇവിടെ കൊണ്ടുവരുന്ന മീനും മത്തിയും അയല ചാകരയൊക്കെയാണ്. ഇതൊക്കെ വരുമ്പോൾ നമുക്കൊരു സുഖമാണ്. ഇതൊക്കെ കൊണ്ടുപോയി കഴിക്കുമ്പോണ്ടല്ലോ പിന്നെ നാളുകൾ കിടക്കും. ഇവിടെ ആൾക്കാരൊക്കെ കയറി ഇറങ്ങി വരണം. അങ്ങനെ ഒരു കാഴ്ചപ്പാട്, അതാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മളിവിടെ കടപ്പുറം മീനൊക്കെ കൊണ്ടുപോയിക്കുന്നത്. അപ്പം എല്ലാവരും വന്ന് ഈ മീനുകളൊക്കെ മേടിച്ചിട്ട് പോകണം. അത് കഴിച്ചിട്ടുണ്ടല്ലോ, അവരെ കഴിച്ചിട്ട് അവരുടെ സംതൃപ്തിയാണ് നമുക്ക് പിന്നീട് അവർ വീണ്ടും വീണ്ടും കടയിലോട്ട് തിരിച്ചു കയറും. അപ്പോൾ ദുൽഖർ സൽമാൻ്റെ സൗണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് ഒന്ന് രണ്ട് സൗണ്ടുകളുണ്ട്. നമ്മുടെ ഈ അടുത്തിടയ്ക്ക് ഞാൻ പുതിയതായിട്ട് പഠിച്ചു വന്നൊരു സൗണ്ടാണ്. അപ്പം നമ്മുടെ താടിക്കാരൻ, എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിൽ തന്നെ നമ്മുടെ കോട്ടയംകാരനാണ്. നമ്മുടെ ക്യാമ്പ് സെറ്റേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഒരു ബ്ലോഗർ, അദ്ദേഹത്തിൻ്റെ ഒരു സൗണ്ട് ഒന്ന് എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലും മിമിക്രികൾ എല്ലാവരും ചെയ്യുന്നത്. അപ്പം നമ്മൾ പുള്ളിക്കാരൻ്റെ ഒരു ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ്ടെ, ഇതാണ് കടപ്പുറം മത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര മത്തിയാകട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കടപ്പുറത്ത് നിന്ന് വണ്ടിയുമായിട്ടൊക്കെ പോയിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് എല്ലാവർക്കും ആ മത്തി അങ്ങോട്ട് കൊടുക്കും. ആ മത്തി അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവരത് കഴിച്ച് കഴിഞ്ഞ് അവരെ കറി വെക്കുന്നു, വറക്കുന്നു, അതിനെ പീര വെക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് അവരിങ്ങോട്ട് വരും. അവർ വന്നിട്ടുണ്ടല്ലോ, പിറ്റേ ദിവസം വന്ന് ഒരു 2 കിലോയും കൂടെ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സംതൃപ്തി ഉണ്ടല്ലോ. അതാണ് ഈ മീൻ കച്ചവടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വരിക, നമ്മുടെ വാണിമല റോഡിലോട്ട് വരണം കേട്ടോ. അവിടെ അതാണ്ട് നല്ല കടപ്പുറം ഫ്രഷ് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു കടയുണ്ട്. അവിടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞ് മീനൊക്കെ മേടിച്ച് ചാറ പറ അന്ന ചീന മേടിച്ചുകൊണ്ട് പോകണം. അതൊരു നൊക്കളാജിയ സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരിക, മീനുകളൊക്കെ മേടിച്ചുകൊണ്ട് പോകണം കേട്ടോ. ഇനിയൊരു നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ശബ്ദം എല്ലാം നമ്മൾ ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും കേട്ടോ. എല്ലാം നമ്മൾ ആ ഒരു സൗണ്ടിലായിരിക്കും, നമ്മൾ അതിൻ്റെ തീം വെച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്ന ഒരു കാര്യം, എല്ലാം മീനിൻ്റെ കച്ചവടമായതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലോട്ടാണ് എല്ലാ ശബ്ദങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സൗണ്ടിലോട്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ കടപ്പുറത്ത് പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാതിരിക്കുക. തൂക്കിപ്പിടിച്ച പെട്ടിയുമായിട്ട് കടപ്പുറം വഴി പോയിട്ടുള്ളവരാണ് ഞങ്ങൾ.
അവിടെ വലക്കകത്ത് മത്തികൾ വരും. പിന്നീട് ഞങ്ങൾക്കിതൊന്നും ഒരു ബാധകമല്ല എന്ന് പറയുന്നത് കടപ്പുറത്ത് എന്ന് കടപ്പുറത്തൊന്നും ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മത്തി തന്നെയായിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ മീൻ വേണ്ടവർ വന്ന് മേടിക്കുക തന്നെ ചെയ്യും. ഇതിനെ ശബ്ദം ഇച്ചിരി ഇതാണ്, സൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം പിന്നെ വീണ്ടും കുറേ ആയി, ഇനി കുറച്ചൊക്കെ ഓർത്തെടുക്കണം. മെമ്മറി ഒരു ഓർമ്മകളിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. കുറേ സൗണ്ടൊക്കെ ഉണ്ടാകും. നമ്മുടെ ഇപ്പോൾ ഓർമ്മ വരുന്ന നമ്മുടെ സംവിധായകൻ ലാൽ ജോസ്, അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം ഏറ്റവും കൂടുതൽ സുരാജ് ചേട്ടനൊക്കെ ചെയ്തിട്ടുള്ള സൗണ്ടാണ് ലാൽ ജോസ് സാറിൻ്റെ ശബ്ദം. അതൊന്ന് ചെയ്ത് നോക്കാം. അത് നമുക്ക് ആ സൗണ്ട് ഒന്ന് കേൾക്കാം. ഞാനും ദിലീപൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ വെച്ച് സിനിമ ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. അത് ഒരു ഭയങ്കരമായ ഒരു നടനെന്നുള്ള രീതിയിലല്ലാതെ തന്നെ അദ്ദേഹം ഒരു വലിയ ഒരു സ്ട്രെങ്ത് നിറഞ്ഞ ഒരു കഥാപാത്രം, നമ്മളെന്ത് കഥാപാത്രം പറഞ്ഞാലും അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കും. അതാണ് അദ്ദേഹത്തിന് ഒരു പ്ലസ് പോയിൻ്റ് തന്നെ അതാണ്. അപ്പോൾ മലയാള സിനിമയിൽ എന്ന് പറയുമ്പോൾ ദിലീപ് എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചോളം നല്ല ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ സിനിമകൾ അദ്ദേഹത്തെ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റി. വളരെയധികം നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. അങ്ങനെ വാങ്ങിച്ചു വന്ന ഒരാളാണ് ദിലീപ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ മമ്മൂക്കയുടെയൊക്കെ സൗണ്ട് ചെയ്യുന്നത്, മാമുക്കായ അങ്ങനെ സൗണ്ട് ചെയ്യുമായിരുന്നു. അപ്പം അത് വലിയ പിന്നീടൊന്നും വലിയ പ്രാക്ടീസൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ സൗണ്ട് ഇല്ല. എന്നാലും ജസ്റ്റ് ഒരു ശബ്ദം മാത്രമൊന്നും എടുക്കാം എന്നാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു ശബ്ദം. നമ്മുടെ മാമുക്കയുടെ ആ ശബ്ദം അപ്പോൾ ഈ ഒരു സൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടുതൽ ഡയലോഗിലോട്ടൊന്നും നമുക്ക് പോകാൻ അറിയത്തില്ല. കാരണം അത് നമ്മളിതുവരെ പ്രാക്ടീസാണ് ഏറ്റവും വലിയ. നമ്മുടെ ജോലിയും സമയം നമ്മൾ ഓരോ ജോലി ചെയ്യുന്ന സമയത്തൊന്നും ഓട്ടോയൊക്കെ ഓടിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ശബ്ദമൊക്കെ ചെയ്യാൻ പറ്റും. കാരണം റിട്ടേണൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് കൂടുതൽ ശബ്ദമെല്ലാം പോയി. കൂടുതൽ സിനിമ നടന്മാരുടെയൊക്കെ സൗണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ പുതിയ സാധനങ്ങളൊക്കെ വെറൈറ്റി ചില സമയത്തൊക്കെ നമ്മൾ പഠിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ. ഒന്ന് രണ്ട് സൗണ്ട് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വേറെ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. നന്ദി.